ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥി സമരത്തിന്റെ പേരിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അരങ്ങേറുന്ന രാഷ്ട്രീയ നാടകങ്ങൾക്ക് താത്കാലികമായ ഒരു ശമനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതായത് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിച്ച പശ്ചാത്തലത്തിൽ തലസ്ഥാന നഗരിയെയും പാർലമെന്റ് നടപടികളെയും ബോധപൂർവം സ്തംഭിപ്പിക്കാൻ ശ്രമിച്ച കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ് കെ ഒടുവിൽ തന്റെ നിരാഹാര സമരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് വിശന്നിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഒരു ദിവസമൊക്കെ എനിക്ക് സഹിച്ചിരിക്കാം, കൂടുതൽ ദിവസമൊന്നും ഈ വാങ്ഷയെ പോലെയൊന്നും എനിക്ക് ഒരുപാട് ദിവസമൊന്നും നിരാഹാരം കിടക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഒരു അമൂൽ ബേബിയാണ് എന്നാണ് അഭിജിത് ദീപ് കെ തന്റെ സഹപ്രവർത്തകരോട് പറഞ്ഞത്. നിരാഹാര സമരം ഇരിക്കാൻ പറഞ്ഞപ്പോൾ തന്നെ അഭിജിത് ദീപ് കെ പൊട്ടിക്കരയുന്ന രംഗങ്ങൾ അടക്കം തന്നെ പുറത്തേക്ക് വന്നതാണ്. ജന്തർ മന്ദിറിലെ ക്രമസമാധാനം കണക്കിലെടുത്ത് പോലീസ് സ്വീകരിച്ച നിയമപരമായ നടപടികൾക്കെതിരെയും കോടതി ഉത്തരവ് പ്രകാരം സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റിയ സോനം വാങ്ചുക്കിന്റെ ആരോഗ്യസ്ഥിതിയെയും രാഷ്ട്രീയവത്കരിക്കാനും വേണ്ടിയാണ് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അഭിജിത് ദീപ് കെ ഒരു അനിശ്ചിതകാല നിരാഹാരം തുടങ്ങിയത്. എന്നാൽ ഡൽഹി പോലീസിന്റെ ശക്തമായ സുരക്ഷാ കോട്ടയും കനത്ത നിയന്ത്രണങ്ങളും കാരണം തങ്ങൾ ആസൂത്രണം ചെയ്ത ചലോ സൻസദ് മാർച്ച് പരാജയപ്പെടുമെന്ന് ഉറപ്പായതോടുകൂടിയാണ് മുഖം രക്ഷിക്കാനായി സമരം പെട്ടെന്ന് അവസാനിപ്പിച്ചതെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. പാർലമെന്റ് സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ വൻ ജനക്കൂട്ടത്തെ അണിനിരത്തി തലസ്ഥാനത്ത് സംഘർഷമുണ്ടാക്കാനായിരുന്നു CJPയുടെ നീക്കം. ഇതിനായി ജനങ്ങളെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ അഭിജിത് ദീപ് കെ തുടർച്ചയായി നടത്തിയിരുന്നു. എന്നാൽ ന്യൂഡൽഹിയിലടക്കം BNS സെക്ഷൻ 163 പ്രകാരം നിരോധാജ്ഞ പ്രഖ്യാപിച്ച പോലീസ് അർദ്ധ സൈനികരെയും കൂടി ഇറക്കുന്ന ഒരു നീക്കമാണ് ഉണ്ടായത്. അതായത് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ അടക്കം കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ വലിയ രീതിയിലുള്ള സുരക്ഷയ്ക്കായി നിയോഗിച്ചിട്ടുണ്ട് എന്നതും ഈ കോക്രോച്ച് പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടായി എന്നതാണ് ഏറ്റവും പ്രധാനം. അവസാനം ഇവർ മാർച്ചുമായിട്ട് പാർലമെന്റിലേക്ക് എത്തിയ പാർട്ടികളെ മൊത്തത്തിൽ പോലീസ് ലാത്തി ചാർജ് നടത്തി അടിച്ചോടിക്കുന്ന ഒരു കാഴ്ചയും കണ്ടു. അതോടെ സമരം ഏതാണ്ട് തകർന്ന തരിപ്പണമായ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത് കൊണ്ടാണ് അഭിജിത് ദീപ് കെ പെട്ടെന്ന് മുഖം രക്ഷിക്കാനായി ഞാൻ നിരാഹാര സമരം ഇനി കിടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടി തപ്പിയത്. അനാവശ്യമായി ഒത്തുകൂടിയ സമരക്കാരെ കർശനമായി തടയുകയും പലരെയും കരുതൽ തടങ്കിലാക്കുകയും ചെയ്തു. അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമെന്ന് വാർത്ത പുറത്തു വന്നതോടുകൂടിയാണ് അഭിജിത് ദീപ് കെ നിരാഹാര സമരം അവസാനിപ്പിച്ച് എവിടെയെങ്കിലും തടി തപ്പി ഒളിക്കാനായിട്ടുള്ള ഒരു ശ്രമം തുടങ്ങിയത്. മാർച്ച് നടത്തിയാൽ ഉണ്ടാകാനിടയുള്ള വൻ ഭവിഷ്യത്തുകളെ കുറിച്ച് ഡൽഹി പോലീസ് നൽകിയ മുന്നറിയിപ്പുകളും CJPക്ക് കനത്ത തിരിച്ചടിയായി. ഇതോടെ ജന്തർ മന്ദിറിൽ തമ്പടിച്ച് കേന്ദ്ര സർക്കാരിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഇവരുടെ തന്ത്രങ്ങൾ തകർന്ന് തരിപ്പണമാവുകയായിരുന്നു. ഇതിനിടയിലും കേന്ദ്ര സർക്കാർ തങ്ങളുമായി ചർച്ചയ്ക്ക് തയ്യാറായി മുന്നോട്ട് വന്നു എന്ന രീതിയിൽ വലിയ അവകാശവാദങ്ങളുമായി CJP വക്താക്കൾ രംഗത്തെത്തി. സമാധാനപരമായ അന്തരീക്ഷം നിലനിർത്താൻ ഭരണകൂടം കാണിച്ച ഉദാരതയെ തങ്ങളുടെ വലിയ രാഷ്ട്രീയ വിജയമായി ചിത്രീകരിക്കാനാണ് സംഘടനയുടെ വക്താവ് സൗരവ് ദാസ് ഉൾപ്പെടെയുള്ളവർ ശ്രമിച്ചത്. അതായത് JP നഡ്ഡയെ വിളിച്ചു, CJPയുമായിട്ട് ഒരു ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ ആരോഗ്യമന്ത്രിയെ ചുമതലപ്പെടുത്തി എന്നൊക്കെയാണ് സൗരവ് ദാസ് പറഞ്ഞത്. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അമിത്ഷാ എന്നെ വിളിച്ചു, അമിത്ഷാ നമ്മളുമായിട്ട് ചർച്ച നടത്താനായിട്ട് തയ്യാറായി, ഞാനും അഭിജിത് ദീപ് കെയും കൂടെ അമിത്ഷായെ കാണാനായിട്ട് അമിത്ഷായുടെ ഔദ്യോഗിക വസതിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് CJP വക്താക്കൾ അടിച്ചിട്ടത്. പക്ഷെ അതെല്ലാം സ്പോട്ടിൽ തന്നെ ദേശീയ മാധ്യമങ്ങളടക്കം കേന്ദ്ര സർക്കാർ തന്നെ പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ ഉണ്ടായത്. കേന്ദ്രമന്ത്രി JP നഡ്ഡയുമായി ചർച്ച നടത്താൻ തങ്ങൾ പോവുകയാണെന്ന് ട്വിറ്ററിലൂടെ CJP അവകാശപ്പെട്ടെങ്കിലും അത് കേന്ദ്ര സർക്കാർ തള്ളിയിരിക്കുകയാണ്. എന്നാൽ വിദ്യാഭ്യാസ മേഖലയിലെ പരിഷ്കാരങ്ങൾക്ക് രാഷ്ട്രീയ അജണ്ടകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരം താത്കാലിക കൂട്ടായ്മകളുടെ സമ്മർദ്ദങ്ങൾക്ക് കേന്ദ്ര സർക്കാർ വഴങ്ങില്ലെന്നും കേവലം ചർച്ചകളുടെ പേരിൽ ദീപ് കെ നിരാഹാരം അവസാനിപ്പിച്ചത് ഇവരുടെ സമരത്തിന്റെ ആത്മാർത്ഥത ഇല്ലായ്മയാണ് കാണിക്കുന്നതെന്നാണ് പൊതുവായിട്ടുള്ള ഒരു വിമർശനം ഉയർന്നിട്ടുള്ളത്. വിദ്യാർത്ഥികളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പകരം പബ്ലിസിറ്റിക്കും രാഷ്ട്രീയ നേട്ടങ്ങൾക്കും വേണ്ടിയാണ് അഭിജിത് ദീപ് കെയും കൂട്ടരും ഡൽഹിയിൽ നാടകം കളിച്ചതെന്ന ആക്ഷേപം ഇതോടെ ശക്തമായിരിക്കുകയാണ്.